Hi, I'm CA Muhammad Anas. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് TDSൻ്റെ പേയ്മെൻറ്റ് എങ്ങനെ ഗവൺമെൻറ് പോർട്ടലിൽ കൂടെ പേ ചെയ്യാം എന്നുള്ളതാണ്. അതിനു മുമ്പായിട്ട് എന്താണ് TDS എന്നുള്ള കാര്യം നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ടാക്സ് ഡയറക്ടറേറ്റ് സോഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നോർമലി സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരുപാട് എക്സ്പെൻസുകൾ എന്ത് ചെയ്യാം, പേ ചെയ്യേണ്ടതായിട്ട് വന്നേക്കാം. ആ എക്സ്പെൻസുകൾ നിങ്ങൾ പേ ചെയ്യുന്ന സമയത്ത് ഒരു സർട്ടൺ പെർസെൻറ്റേജ് നിങ്ങൾ എന്ത് ചെയ്യണം, ഡിഡക്റ്റ് ചെയ്യേണ്ടതുണ്ട്. സർട്ടൺ പെർസെൻറ്റേജ് നിങ്ങൾ ഡിഡക്റ്റ് ചെയ്തിട്ട് അത് ഗവൺമെൻറ്റിലേക്ക് എന്ത് ചെയ്യണം, അടയ്ക്കേണ്ടതുണ്ട്. ഓരോ മാസം ഇതുപോലെ നിങ്ങൾ ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള TDS ബൈ 7th ഓഫ് ദി നെക്സ്റ്റ് മന്ത് എന്ത് ചെയ്യണം, നിങ്ങൾ അടയ്ക്കണം. മാർച്ച് മാസം മാത്രം നിങ്ങൾക്ക് 13th ഏപ്രിൽ വരെ ടൈം അനുവദിച്ചിട്ടുണ്ട്. എന്തിനാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു TDS സംവിധാനം ഏർപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് എല്ലാം ഊഹിച്ചാൽ മനസ്സിലാവും. നമ്മൾ കൊടുക്കുന്ന പേയ്മെൻറ്റ് അത് മറ്റൊരാളുടെ ഇൻകമാണ്. ആ ഇൻകം എന്ത് ചെയ്യണം, ഗവൺമെൻറ് പോർട്ടലിൽ റിഫ്ലക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഇങ്ങനെ ഒരു സംവിധാനം എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഡിഡക്റ്റ് ചെയ്യുന്ന TDS നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും, ഓരോ ക്വാർട്ടർലി നമുക്ക് എന്ത് ചെയ്യണം, റിട്ടേൺ ഫയൽ ചെയ്യാനുണ്ട്. നമുക്ക് 24Q, 26Q, 27Q, 27Q എന്ന് പറയുന്ന ക്വാർട്ടർലി റിട്ടേൺസ് അവൈലബിൾ ആണ്. ഈ റിട്ടേൺസ് നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പേയ്മെൻറ്റ് കൊടുത്ത ആളുടെ 26 ഡേയ്സിൽ അതെന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ആവേണ്ടതായിരിക്കും. സോ അൾട്ടിമേറ്റ്ലി അത് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ആളുടെ ITR ഫയൽ ചെയ്യുന്ന സമയത്ത് ആ ഇൻകം റിട്ടേണിൽ കാണിക്കേണ്ടതായിട്ടുണ്ട്. സോ നമുക്ക് TDS എങ്ങനെ പേ ചെയ്യാം എന്നുള്ളത് നോക്കാം. TCS ആണ് എന്നുണ്ടെങ്കിലും സെയിം സ്റ്റെപ്സ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ബ്രൗസറിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫയൽ ഇൻകം ടാക്സ് എന്ന് സെർച്ച് ചെയ്യാം. ഫസ്റ്റ് ഓപ്ഷൻ തന്നെ www.incometax.gov.in ആയിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് TDS ഡിഡക്റ്റ് ചെയ്തത് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടാൻ നമ്പർ ആവശ്യമാണ്. അത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. വൺസ് ടാൻ നമുക്ക് റിസീവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ ഇൻകം ടാക്സ് പോർട്ടലിൽ എന്ത് ചെയ്യണം, ലോഗിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനുശേഷമായിരിക്കണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, TDS തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ലോഗിൻ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ലോഗിൻ ചെയ്യേണ്ടത് നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ടാൻ നമ്പർ വെച്ചിട്ടായിരിക്കണം. പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. ഇവിടെ ഫയൽ എന്ന് പറയുന്നതിൽ pay ടാക്സ് ക്ലിക്ക് ചെയ്യുക. ന്യൂ പേയ്മെൻറ്റ് സെലക്ട് ചെയ്യുക. അസസ്മെൻറ്റ് ഇയർ കറൻ്റ്ലി റണ്ണിങ് ഇയറിലാണ് നമ്മൾ TDS കട്ട് ചെയ്യുക എന്നുണ്ടെങ്കിൽ 25-26 ആണ് കറണ്ട് ഇയർ. ദെൻ അസസ്മെൻറ്റ് ഇയർ വിൽ ബി 26-27. സോ ഇതിൽ പേ TDS ഓർ TCS ഉണ്ട്. സോ TDS ആണ് എന്നുണ്ടെങ്കിലും TCS ആണ് എന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഓപ്ഷനിൽ കൂടി തന്നെയാണ് പേ ചെയ്യേണ്ടത്. സോ ഇവിടെ വെറൈറ്റി ഓഫ് സെക്ഷൻസ് എന്ത് ചെയ്യാണ്, അപ്ലിക്കബിൾ ആണ്. സോ ഇതിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള പേയ്മെൻറ്റ് നമുക്ക് നടത്തുന്നുണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയിൽ 100 എംപ്ലോയീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് എല്ലാവർക്കും നമ്മൾ TDS കട്ട് ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ 100 പേരുടെയും ടോട്ടൽ എമൗണ്ടിന് ഒറ്റ ചലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ മതിയാകും. അല്ലാതെ 100 പേരുടെ ഇൻഡിവിജ്വൽ ചലാൻ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യം ഇല്ല. സോ നമ്മൾ എന്ത് ചെയ്യുക, സെക്ഷൻ 192 അതർ ദാൻ ഗവൺമെൻറ് എംപ്ലോയീസ് ആണ്, 192B, 92A. സോ ഏതാണോ നമ്മളുടെ സെക്ഷൻ എന്ന് നോക്കിയിട്ട് അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 92B ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, സാലറി സെക്ഷനാണ്. സോ അതിൽ എന്ത് ചെയ്യുക, ടാക്സിൻ്റെയും സെസ്സും ഉണ്ടായിരിക്കും. ആ എമൗണ്ട് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ പർപ്പസിന് വേണ്ടിയിട്ടാണ് എമൗണ്ട് ടൈപ്പ് ചെയ്യുന്നത്. കണ്ടിന്യൂ കൊടുക്കാം. ഇവിടെ വെറൈറ്റി ഓഫ് പേയ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യണം, അവൈലബിൾ ആണ്. നെറ്റ് ബാങ്കിങ് ഉണ്ട്, ക്രെഡിറ്റ് കാർഡ്, അതുപോലെ തന്നെ ബാങ്ക് കൗണ്ടറിലാണ് നിങ്ങൾക്ക് പേ ചെയ്യാം. RTGS ഓർ നെഫ്റ്റ് വഴി ചെയ്യാം. ഇത് നമുക്ക് കണ്ടിന്യൂ ചെയ്തിട്ട് ഒരു ചലാൻ ജനറേറ്റ് ചെയ്താൽ മതിയാകും. അത് ഗവൺമെൻറ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. UPI ആൻഡ് ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻസും ഇവിടെയുണ്ട്. സോ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള പേയ്മെൻറ്റ് ഗേറ്റ് വേ സെലക്ട് ചെയ്യുക. ബട്ട് അതിന് ട്രാൻസാക്ഷൻ ചാർജസ് ഉണ്ടായിരിക്കും. സോ ആ ട്രാൻസാക്ഷൻ ചാർജസ് ക്ലിക്ക് ചെയ്ത് നോക്കാം.
എന്നിട്ട് എന്ത് ചെയ്യുക, പേയ്മെൻറ്റ് ഗേറ്റ്വേ ചൂസ് ചെയ്തിട്ട് പേയ്മെൻറ്റ് നടത്തുക. ഓക്കെ, താങ്ക് യു.